നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊന്നും തന്നെ അവസാനിക്കുന്നില്ല. നിലവിൽ വി ഡി സതീശൻ പലതരത്തിലുള്ള വെല്ലുവിളികൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ടുള്ളത്. അടുത്തതായി നിലവിൽ കേരളത്തിലുണ്ടായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുകയാണ് അദ്ദേഹം. കേരളത്തിൽ കോൺഗ്രസിൽ നിന്നും പ്രാധാന്യമുള്ള ഒരു നേതാവെങ്കിലും ബി ജെ പിയിൽ പോയോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിരിക്കുന്നത്. ബി ജെ പിക്കാർ ഒരു തവണ വന്ന് ഇളക്കിയതിനുള്ള തിരിച്ചടി 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് തന്നെ കിട്ടിയെന്നുള്ള പരിഹാസമാണ് സതീശൻ ഉയർത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ വെറുതെ ചൊറിയാനായി നിൽക്കണ്ട എന്നുള്ള താക്കീതാണ് സതീശൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. ഒപ്പം കിട്ടിയിരിക്കുന്നതാകട്ടെ അത് LDFനും പ്രത്യേകിച്ച് ഇടതുപക്ഷ മുഖ്യമന്ത്രിക്കും. തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കകം മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ജയിലിലാക്കുമെന്ന് പറഞ്ഞ വ്യവസായ പ്രമുഖന് മറുപടി നൽകാൻ ഒരു CPM-കാരൻ പോലും തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്നാണ് സതീശൻ അടുത്തതായി ചോദിച്ചിരിക്കുന്നത്. കിറ്റക്സ് സാബു നേരത്തെ തന്നെ ഒരു വെല്ലുവിളി ഉയർത്തിയിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് തന്നെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട പല ഇടപാടുകളുടെ വിവരങ്ങളും തെളിവ് സഹിതം പുറത്തുവിടുമെന്നും മകളെ അഴിക്കുള്ളിലാക്കുമെന്നുമുള്ള ഒരു വെല്ലുവിളിയാണ് ഉയർത്തിയത്. എന്നാൽ അതിന് പിറകെ ഒരു പ്രതികരണമോ ഒരു തരത്തിലുള്ള തിരിച്ചടിയോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഏവരെയും ഞെട്ടിച്ചൊരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് കിറ്റക്സ് സാബുവിനെ ഇത്രയധികം ഭയക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ജാഗ്രതയോടെ CPM നോക്കിക്കാണുന്നത്. അയാളെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചക്കകം മുഖ്യമന്ത്രിയുടെ ഓമന മകളെ ജയിലിലാക്കുമെന്നാണ് വെല്ലുവിളി ഉയർത്തിയത്. ഒരുത്തനും മിണ്ടിയില്ലല്ലോ എന്നാണ് സതീശൻ ചോദിക്കുന്നത്. മറുപടി പറയാനായി നട്ടലുള്ള ഒരു CPM-കാരനെങ്കിലും ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പരിഹസിച്ചത്. ഒരുത്തനും മറുപടി പറഞ്ഞില്ലല്ലോ. എല്ലാവരും എവിടെ പോയിരുന്നു? പേടിച്ചോടിയോ? ഒരാളെ കണ്ടില്ലല്ലോ ഞാനെന്നും അദ്ദേഹം ആരാഞ്ഞു. ഏതെങ്കിലും CPM നേതാവ് വന്ന് നീ ആരടാ എന്നെങ്കിലും ചോദിക്കുമെന്നായിരുന്നു താൻ കരുതിയത്. ഒരുത്തനെയും കണ്ടില്ല, പേടിച്ചുപോയി. അപ്പോൾ പേടിയുണ്ടെന്നാണ് സതീശൻ പറഞ്ഞു വരുന്നത്. കേരളത്തിൽ വലിയ പ്രാധാന്യമുള്ള ആരെങ്കിലും നിലവിൽ കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് പോയോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തെങ്കിലും പ്രാധാന്യമുള്ള ആരെങ്കിലും പോയിട്ടുള്ളതായി അറിയാമോ? BJP-ക്കാർ ഒരു പ്രാവശ്യം വന്ന് നിളക്കി. അതിനുള്ളത് BJP നേതൃത്വത്തിന് കൃത്യമായി തന്നെ കിട്ടി. അതും ഒരു ദിവസത്തിനകം. വെറുതെ ഒന്നും ചൊറിയാനായി വരണ്ട എന്നുള്ള ഒരു താക്കീത് ഇതോടൊപ്പം അദ്ദേഹം കൊടുക്കുകയാണ്. കേരളത്തിലെ BJP നേതൃത്വം വെറുതെ കോൺഗ്രസിനെ ഇളക്കാനായി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഉദ്ദേശിക്കാത്ത തിരിച്ചടിയായിരിക്കും പ്രതിഫലമായി കിട്ടുന്നത്. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഏറ്റവും ഒടുവിലായി ദല്ലാൽ നന്ദകുമാറിൻ്റെ ഫോണിലൊക്കെയാണ് കേരളത്തിലെ CPM-ൻ്റെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നന്ദകുമാറിനെയൊക്കെയാണ് CPM-ന് ഇടനിലക്കാരായി നിൽക്കുന്നത്. ദല്ലാളിൻ്റെ ഫോണിലാണ് കോൺഗ്രസ് നേതാക്കളെ CPM-ൽ കൊണ്ടുപോകാനും BJP-യിലേക്ക് കൊണ്ടുപോകാനുമുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത്. ഒട്ടും നാണമില്ലാത്തൊരു പ്രവൃത്തിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദല്ലാൽ നന്ദകുമാറുമായി കേരളത്തിലെ പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് CPM-ന് തുറന്നു പറയാൻ ധൈര്യമുണ്ടോ? അത് പറയാനായി MV ഗോവിന്ദൻ തന്നെ രംഗത്ത് വരട്ടെ എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെറും ജീർണത തന്നെയാണ് ഈ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും രക്ഷപ്പെടാനായി ഈ അടുത്തൊന്നും തന്നെ സാധിക്കില്ല എന്നും സതീശൻ തന്നെ പറയുന്നുണ്ട്. അതേസമയം നേരത്തെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയം എടുത്തു പറഞ്ഞിരുന്നു. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ മാത്യു കുഴൽനാടൻ MLA കോടതിയിൽ പലതരത്തിലുള്ള ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഒരു പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന് ഇപ്പോൾ വിജിലൻസ് തുറന്നു പറയുകയാണ്. അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ മാസപ്പടി വിവാദം വരില്ല എന്നാണ് വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ആരോപണങ്ങളല്ല ഈ പരാതിയിലുള്ളതെന്നും കേസിൻ്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്നും വിജിലൻസ് പറയുകയാണ് ചെയ്തത്. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിലാണ് വിജിലൻസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. കേസിൽ വിശദമായ വാദം കേൾക്കാനായി ഹർജി പരിഗണിക്കുന്നത് കോടതി മാർച്ച് 27 മാറ്റിയിട്ടുണ്ട്. വീണ വിജയൻ്റെ കമ്പനിയും എക്സാലോജിക്കും തമ്മിലുള്ള പണമിടപാടിൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുഴൽനാടൻ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കം 7 പേരാണ് ഈ കേസിലെ എതിർകക്ഷികൾ. എന്നാൽ ഈ ആവശ്യത്തെ പൂർണ്ണമായും എതിർത്താണ് വിജിലൻസ് രംഗത്ത് വന്നതായി നമുക്ക് കാണാൻ സാധിച്ചത്. കേസിൻ്റെ വിശദാംശങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണന ആയതുകൊണ്ട് തങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്ന രീതിയിൽ തടിയൂരുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ ഒട്ടും തന്നെ അന്വേഷണത്തിന് സാധുതയില്ല എന്നും വിജിലൻസ് പറയുന്നുണ്ട്. മാസപ്പടി വിവാദത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ നേരത്തെ തന്നെ വിജിലൻസിൽ പരാതി നൽകിയിരുന്നു. 3 ഘട്ടങ്ങളിലായി വാർത്താ സമ്മേളനങ്ങളിലൂടെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. അതെല്ലാം തന്നെ അന്വേഷിക്കണമെന്നായിരുന്നു പരാതിയിൽ പറയുന്നത്. വേണ്ട വിധത്തിലുള്ള തെളിവുകളും രേഖകളും ഒക്കെ അദ്ദേഹം വിജിലൻസിന് നൽകിയിട്ടാണ് ഈ പരാതി സമർപ്പിച്ചത്. എന്നിട്ടും വിജിലൻസിന് അതിൽ കൈവയ്ക്കാനുള്ളൊരു ഭയപ്പാടാണോ എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.